നിലാവ് പോലെ പാർട്ട് 4. അവരവനെ ദേഷ്യത്തോടെ നോക്കി. അമ്മ ഒരു കാര്യം ചെയ്യ്, ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്, നല്ല വിശപ്പുണ്ട്. അതും പറഞ്ഞ് അവൻ അവൾക്ക് പിറകെ മേലേക്ക് കയറി. ദേവകി ചേച്ചി അന്ന് ഏറെ വൈകിയാണ് പോയത്. അവർ പോയതും ഇഷാനി ലക്ഷ്മിയെ ചുറ്റിപ്പറ്റി നടന്നു. രാവിലെ എണീറ്റ് എല്ലാവർക്കും ഉള്ള ചായ വെക്കാനായി വെള്ളം സ്റ്റൗവിൽ വെച്ചു. വെള്ളയപ്പത്തിന് കൂട്ടിവെച്ച മാവെടുത്തു. ഇതിപ്പോ എനിക്ക് പണിയൊന്നും ഇല്ലല്ലോ. അതും പറഞ്ഞ് അമ്മ അടുത്തേക്ക് വന്നു. വന്നിട്ട് 2 ദിവസം ആയപ്പോഴേക്കും അവരുടെ ജോലിയും അതിൻ്റെ ശൈലിയുമൊക്കെ ഒരുവിധം അവൾക്ക് മനസ്സിലായിരുന്നു. അവൾ തന്നെ കാപ്പിയെടുത്ത് അതുമായി പുറത്തേക്ക് നടന്നു. അവൾ വന്നതു മുതൽ അവൾ തന്നെയാണ് എല്ലാവർക്കും കാപ്പി കൊടുക്കാറുള്ളത്. ട്രേയും കയ്യിൽ പിടിച്ചു വരുന്നവളെ അവനൊന്ന് നോക്കി. എന്തോ അവളെ കാണുമ്പോൾ നെഞ്ചിലൊരു പിടപ്പാണ്. അവൾ നടക്കുന്നത് അവൾ തന്നെ അറിയില്ലെന്ന് തോന്നും. അത്രയും പതുക്കെയാണ്. സംസാരവും അങ്ങനെ തന്നെ. തന്നെ അറിയാതെ പോലും നോക്കില്ല. താൻ മുൻപിൽ ഉണ്ടേൽ ആൾക്ക് ആകെ ഒരു പിടപ്പാണ്, ഒരു ഭയം. അത് അവളുടെ ചെയ്തികളിൽ നിന്നും അവന് മനസ്സിലായിരുന്നു. അവൻ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തു നിന്നും പതിയെ എണീറ്റ് കുറച്ചപ്പുറത്തുള്ള ചെയറിൽ പോയിരുന്നു. അവൻ്റെ ചുണ്ടിലൊരു കുസൃതി ചിരി മിന്നി. കാപ്പി അവർക്കടുത്തേക്ക് വന്നവൾ പതിയെ പറഞ്ഞു. മോള് കുടിച്ചോ? അതിനൊന്ന് പുഞ്ചിരിയോടെ തലയാട്ടി അവൾ ബാക്കി വന്ന ഒരു കപ്പ് കൊടുക്കാൻ അഗ്നിയെ തിരഞ്ഞു. അപ്പോഴാണ് അവരും അവനെ നോക്കുന്നത്. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നവനാ എവിടെ പോയി? ആ, ദേ മോളെ അവിടെ. ഇവനെന്താ മായാവിയോ? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവളൊന്ന് മടിച്ച് അവരെ നോക്കി. പിന്നെ അവന് നേരെ നടന്നു. അവനും കണ്ടിരുന്നു തനിക്ക് നേരെ വരുന്നവളെ. അവൻ കാണാത്തതുപോലെ പത്രത്തിലേക്ക് മുഖം പൊഴുത്തി. അവൾ അവന് മുൻപിൽ വന്നു നിന്നു. തന്നെ കണ്ടിട്ടില്ല, എന്തു ചെയ്യും? അവൾ അവിടെ പരുങ്ങി നിന്നു. എങ്ങനെ വിളിക്കും, എന്തു വിളിക്കും? അവൾക്കാകെ വല്ലാതെ തോന്നി. കുറച്ചു സമയം നിന്നിട്ടും അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് അവൻ അവളെ മുഖമുയർത്തി നോക്കി. അവൾ അവന് നേരെ കപ്പ് നീട്ടി. അവൻ അത് വാങ്ങിക്കാതെ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. ഇത് അമ്മ തരാൻ പറഞ്ഞു, അവൾ വിക്കലോടെ പറഞ്ഞു. അവനവളെ നോക്കി മുഖം ചുളിച്ചു. എന്താ ഇത്? അവൻ ഗൗരവം ഭാവിച്ച് ചോദിച്ചു. കാപ്പി, അവൾ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ വീണ്ടും അവളെ സൂക്ഷിച്ചു നോക്കി. എന്തു പറയും എന്നറിയാതെ അവൾ അവിടെ നിന്ന് പരുങ്ങി. ഇവിടുത്തെ അമ്മ, അവൾ നിന്ന് വിക്കി. ആൾക്കെന്താ പേരില്ലേ? അവൻ കുറച്ച് ദേഷ്യം ഭാവിച്ച് ചോദിച്ചു. അത് ഉണ്ണിയേട്ടൻ്റെ അമ്മ, അവൾ ഭയം കൊണ്ട് പതിയെ പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ മെയ്കൾ തിളങ്ങി. അവൻ അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചതും അവൾ ധൃതിയിൽ അകത്തേക്ക് നടന്നു. അത് കണ്ടതും അവനിൽ ഒരു ചിരി വിടർന്നു. എനിക്ക് പറ്റില്ല ജിത്തു, നിനക്കും നിന്റെ ഭാര്യയ്ക്കും വെച്ച് വിളമ്പാനല്ല ഞാൻ. നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? സാവിത്രി ദേഷ്യത്തോടെ ജിത്തുവിനോടും പിന്നെ ജിത്തുവിൻ്റെ അച്ഛനോടും പറഞ്ഞു. ഇഷാനി വരുന്നതിന് മുൻപ് എല്ലാം അമ്മ തന്നെയല്ലേ ചെയ്തിരുന്നത്. വർഷയ്ക്ക് ഇതൊന്നും അറിയില്ല. അവൻ നീരസത്തോടെ അവരെ നോക്കി. ചെയ്യുമ്പോൾ തന്നെ പഠിക്കുന്നത്. ഇതിപ്പോൾ കെട്ട് കഴിഞ്ഞ് 2 മാസം ആവാറായി. ഇപ്പോഴും ഒരു ജ്യൂസ് അടിക്കാൻ പോലും അറിയില്ല. ആ ഇഷാനി ഇവളെപ്പോലെ തന്നെ അല്ലായിരുന്നു. ഈ വീട്ടിലെ പണി മുഴുവൻ അവൾ തനിച്ചാ ചെയ്തുകൊണ്ടിരുന്നു. അവർ പുച്ഛത്തോടെ അജിത്തിനെ നോക്കി. വർഷ, നീ കൂടി അമ്മയെ ഒന്ന് സഹായിക്ക്, അവൻ റൂമിലെത്തിയതും വർഷയോട് പറഞ്ഞു. എന്നിട്ട് വേണം നിന്റെ അമ്മക്ക് ആ ഇഷാനിയെ സെർവൻ്റ് ആക്കിയ പോലെ എന്നെയും ആക്കാൻ. നിനക്ക് അത്ര സങ്കടം ഉണ്ടെങ്കിലേ നീ പോയി സഹായിക്ക്, ഞാനില്ല. അവൾ ഫോണെടുത്ത് ബെഡിലേക്ക് കിടന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ ഉടലയകളിലൂടെ ഓടി. അവൻ പതിയെ അവൾക്കടുത്തേക്ക് കിടന്നു. അവളെ വിളിച്ച് തന്നോട് ചേർത്തു. അവളുടെ മാറിടത്തിലേക്ക് മുഖം പൊഴുത്തി. അവൾ അവനെ തന്നിലേക്ക് ചേർത്ത് വിളിച്ചു. അവൻ്റെ പല്ലുകൾ അവളുടെ മാറിൽ അമർന്നതും അവളൊന്ന് ഒച്ച വെച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റി. എന്താ നീ കാണിക്കുന്നത്? എനിക്ക് വേദനിക്കില്ലേ? അവൾ അവന് നേർക്ക് ചേറിക്കൊണ്ട് ദേഷ്യത്തോടെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. ആ സമയം അവൻ്റെ കണ്ണുകളിൽ അവളുടെ മുഖം തെളിഞ്ഞു. താൻ എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ വേദനിപ്പിച്ചാലും എല്ലാം സഹിച്ചു കിടക്കുന്ന ഒരു പെണ്ണ്. അവൻ്റെ കണ്ണിൽ അവളുടെ കരഞ്ഞു ചുവന്ന മുഖം തെളിഞ്ഞു വന്നു. പതിഞ്ഞ സംസാരവും ആരെയും മയക്കുന്ന സൗന്ദര്യവും ഉള്ളവൾ. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അച്ഛമ്മേ, എണീറ്റേ! ഇഷാനി അവരെ കുലുക്കി വിളിച്ചു.
ഈ പെണ്ണിന്റെ ഒരു കാര്യം. എന്താ കുട്ടി ഇത്ര പുലർച്ചെ എണീറ്റെ? നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഞാനേ ഒന്ന് അമ്പലത്തിൽ പോയി പെട്ടെന്ന് ഇങ്ങ് വരാം. ഇത്ര നേരത്തെയോ? തനിച്ചോ? അവർ എണീറ്റുകൊണ്ട് ചോദിച്ചു. അതിനെന്താ? ഞാൻ എല്ലാ ആഴ്ചയും അമ്മയുടെ കൂടെ പോകുന്നതല്ലേ. പ്ലീസ്, നല്ല കുട്ടിയല്ലേ. അവൾ അവരുടെ അടുത്തിരുന്ന് കൊഞ്ചി. നീ എന്നെ എത്രയൊക്കെ സോപ്പിട്ടിട്ടുള്ള കാര്യമില്ല. ലക്ഷ്മിയുടെ കൂടെയല്ലാതെ നിന്നെ തെളിച്ചു വിടില്ല. അത്രയും ദൂരം നിന്നെ തെളിച്ചു വിടില്ല, അവൾ ഉറപ്പോടെ പറഞ്ഞു. അവൾ കവിളുകൾ വീർപ്പിച്ച് എണീറ്റു. ഇനി എന്നോട് വല്ലതും പറഞ്ഞു വാ. ഇന്നെന്റെ പിറന്നാളായതുകൊണ്ട് പാൽപ്പായസം വെച്ച് തരാം എന്ന് കരുതിയിരുന്നു. ഇനിയില്ല. കുറുമ്പോടെ അതും പറഞ്ഞവൾ എണീറ്റ് പുറത്തേക്ക് നടന്നു. പിറന്നാളോ? ഇന്നോ? എന്നിട്ട് അതിപ്പോയാ പറയുന്നത്? അതും പറഞ്ഞവർ അവൾക്ക് പിറകെ ചെന്നു. അടുക്കളയിലോട്ട് കയറാൻ നിന്ന് അവളെ പിടിച്ചു നിർത്തി. കാര്യം മുഴുവൻ പറയാതെ നീ എങ്ങോട്ടാ ഈ ഓടുന്നേ? പിറന്നാളായിട്ട് നേരെ അടുക്കളയിലോട്ട് കയറേണ്ട, അമ്പലത്തിലോട്ട് പോയി വാ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ, അവൾ കവിളുകൾ വീർപ്പിച്ച് പറഞ്ഞു. അത് നീ എന്നോട് പറഞ്ഞോടി ഈ കാര്യം. പോയി ഡ്രസ് മാറി പോവാൻ നോക്ക്, അവർ സ്നേഹത്തോടെ പറഞ്ഞതും അവളൊരു ചിരിയോടെ അവരുടെ കവിളിലെത്തി റൂമിലേക്ക് ഓടി. അവരവളെ വാത്സല്യത്തോടെ നോക്കി. വന്ന കുറച്ചു ദിവസം ആരോടും മിണ്ടാതെ ഒഴിഞ്ഞു മാറി നടന്നിരുന്ന കുട്ടിയാ. എപ്പോഴും വല്ലതും ഓർത്തുകൊണ്ടിരിക്കും, കരയും. ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ പതിയെ അവൾ തങ്ങളിൽ ഒരാളായി. ഇപ്പൊ അഗ്നിയെ പോലെ തന്നെ കുറുമ്പും കുസൃതിയും കാണിച്ച് നടക്കും. അഗ്നിയെ കാണുമ്പോൾ മാത്രം ആള് പൂച്ചയാവും. അവരൊരു ചിരിയോടെ ഓർത്ത് അഗ്നിയുടെ റൂമിലേക്ക് നടന്നു. ചുവപ്പ് കരയുള്ള സെറ്റ് സാരിയും ചുവപ്പ് ബ്ലൗസും ഇട്ട് അവൾ ഒന്നുകൂടെ കണ്ണാടിക്ക് മുൻപിൽ നിന്നു. ലക്ഷ്മിയമ്മ മേടിച്ചു തന്നതാണ്, കൊടുക്കാതെ സൂക്ഷിച്ചതായിരുന്നു. കുഞ്ഞൊരു ചുവപ്പ് പൊട്ടും കൂടെ തൊട്ട് കണ്ണുകൾ കറുപ്പിച്ചു. നനവ് മാറാത്ത മുടി കുളിപ്പിന്നിൽ കെട്ടിയിട്ടു അവൾ പുറത്തേക്ക് ഇറങ്ങി. മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാം. അതും പറഞ്ഞവൾ പുറത്തേക്ക് ഇറങ്ങിയതും ഒന്ന് പതറി. സിറ്റൗട്ടിൽ മുത്തശ്ശിയുടെ കൂടെ അഗ്നിയും. എവിടെയോ പോവാനുള്ള നിൽപ്പാണ്. വെള്ളമുണ്ടും കറുപ്പ് ഷർട്ടും ധരിച്ച് കഴുത്തൊപ്പം ഉള്ള മുടി വിരൽ കൊണ്ട് പുറകിലോട്ട് ഒതുക്കിയിരിക്കുന്നു. ഒരു കൈയിൽ വെള്ളിയുടെ ഒരു ഇടിവള, കഴുത്തിലെ വണ്ണം കൂടിയ രുദ്രാക്ഷമാല തുറന്നിട്ട ബട്ടൺസിന്റെ ഇടയിലൂടെ കാണാം. അവൾ സംശയത്തോടെ അച്ചമ്മയെ നോക്കി. മോള് തനിച്ചു പോവണ്ട, അഗ്നിയുടെ കൂടെ പോയിക്കോ. അത് കേട്ടതും അവൾ കണ്ണു മിഴിച്ച് അവനെ നോക്കി. തെന്നിൽ തന്നെ നെയ് പതിപ്പിച്ചിരിക്കുന്ന അവനെ കണ്ടതും പുകച്ചിലോടെ മിഴികൾ മാറ്റി. ഞാൻ തനിച്ചു പോയിക്കോളാം മുത്തശ്ശി, അവൾ ദയനീയമായി അവരെ നോക്കി. നിന്നെ തനിച്ചു വിടാനല്ല ഞാനിവനെ ഒരുക്കി ഇവിടെ നിർത്തിയിരിക്കുന്നത്, അവന്റെ കൂടെ പോയാൽ മതി. അവരൊരു കുഞ്ഞു ദേഷ്യം അഭിനയിച്ചു പറഞ്ഞു. വേണ്ട അച്ചമ്മ, ഞാൻ തനിച്ചു പോയിക്കോളാം, എനിക്ക് പേടിയില്ല, പ്ലീസ്. അവൾ വീണ്ടും അവരുടെ കയ്യിൽ പിടിച്ചു ചുരുങ്ങി. ഇഷാനിക്ക് എന്റെ കൂടെ വരാൻ പറ്റില്ല എന്നുണ്ടോ? അവന്റെ ഉറച്ച ശബ്ദം കേട്ടതും അവൾ അമ്പരപ്പോടെ ഇല്ലെന്ന് തലയാട്ടി. എങ്കിൽ വാ, അവൻ വീണ്ടും പറഞ്ഞതും അവൾ ദയനീയമായി അവരെ നോക്കി. പെട്ടെന്നാണ് കയ്യിൽ അവന്റെ പിടി വീണത്. അവൾ തിരിഞ്ഞു നോക്കും മുൻപ് അവൻ അവളെയും വലിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു. അവളെ അവിടെ നിർത്തിയവൻ അവന്റെ ബുള്ളറ്റ് എടുത്ത് അവൾക്ക് മുൻപിൽ വന്നു നിന്നു. അവളൊരു മടിയോടെ അവനെ നോക്കി, തിരിഞ്ഞ അച്ചമ്മയെയും. അവർ ചിരിയോടെ അവളോട് കേറിക്കോളാൻ കണ്ണു കാണിച്ചു. അവൾ മടിയോടെ വീണ്ടും അവനെ നോക്കി. കേറിയില്ലെങ്കിൽ ഞാനെടുത്ത് എന്റെ മടിയിൽ വെക്കും, അവൻ അവൾക്ക് മാത്രം കേൾക്കുന്ന രീതിയിൽ പതുക്കെ പറഞ്ഞു. അത് കേട്ടതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. സത്യം, അവൻ വീണ്ടും പറഞ്ഞതും അവൾ വേഗത്തിൽ അവന്റെ പിറകിൽ കയറിയിരുന്നു. അവനെ തൊടാതെ പിറകോട്ട് നീങ്ങിയിരുന്നു. അവൻ തിരിഞ്ഞ അച്ചമ്മയെ നോക്കിയതും അവരവനെ കണ്ണുരുട്ടി കാണിച്ചു. ചുണ്ടുകൾ കൂർപ്പിച്ച് അവർക്ക് നേരെ ഒരു ഫ്ലെയിം കിസ് പറത്തി വിട്ടുകൊണ്ടവൻ വണ്ടി മുൻപോട്ടെടുത്തു. സ്റ്റോറി ഇഷ്ടമെങ്കിൽ പറയണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.